നമുക്കെല്ലാവർക്കും അറിയാം, ശാസ്ത്രം ഏറെ വളർന്നു. ശാസ്ത്രം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാവാം ഇപ്പോൾ ഒരു പുതിയ മിനി മൂണും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് ചന്ദ്രനില്ലാത്ത ഒരു ഭൂമി ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ചന്ദ്രനില്ലാതായാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും മനുഷ്യരാശിയുടെ നില എന്ന് പറയുന്നത് വളരെയധികം പരിങ്ങലിലേക്കാണ് പ്രപഞ്ചത്തിന്റെ രീതിയിൽ നോക്കിക്കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന്, വളരെ കുട്ടിക്കാലത്ത് ആകാശത്തേക്ക് നോക്കി അമ്പിളി മാമനായിട്ട് വാശി പിടിച്ചത് ഓർക്കുന്നില്ലേ നമ്മളെല്ലാവരും, വളരെ ചെറിയ പ്രായത്തിൽ. അതേപോലെ തന്നെ നിലാവുള്ള രാത്രിയിൽ ഒരിക്കലെങ്കിലും ചന്ദ്രനെ ഒന്ന് തൊടാനായാൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കെല്ലാം. അതേപോലെ തന്നെ കാലം നീങ്ങിയപ്പോൾ, അതായത് ഒരുപാട് സഞ്ചരിച്ചപ്പോൾ മനുഷ്യൻ ചന്ദ്രനിലേക്ക് എത്തുകയും ചെയ്തു. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മണ്ണും കല്ലും ശേഖരിച്ചിട്ട് പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. ഭൂമിയും ചന്ദ്രനും എന്നാൽ അഭേദ്യമായിട്ടുള്ള അവർണ്ണനീയമായിട്ടുള്ള ബന്ധമാണെന്നുള്ളത് സാഹിത്യകാരന്മാർ പലപ്പോഴായിട്ട് പാടി പുകഴ്ത്തിയിട്ടുമുണ്ട്. ശാസ്ത്രവും അതേപോലെ ശാസ്ത്രജ്ഞരും അത് ശരിവെക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രനില്ലാത്തൊരു ഭൂമിയും ഭൂമിയില്ലാത്തൊരു ചന്ദ്രനും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഭൂമിക്ക് ഒരു പക്ഷേ ചന്ദ്രനില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം എന്നുള്ളതാണ്. അന്ന് ചൊവ്വാഗ്രഹത്തിന്റെ വലിപ്പമുള്ള മറ്റൊരു ഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത്. അന്ന് ഈ ഒരു ഗ്രഹം ഗുരുത്വാകർഷണത്തിന്റെ ശക്തി മൂലം ഭൂമിയുമായിട്ട് കൂട്ടിമുട്ടുകയും ഭൂമിയുടെ ഒരു ഭാഗം അടർന്നു പോവുകയും പിന്നീട് ഈ ഭാഗമാണ് ചന്ദ്രനായിട്ട് രൂപാന്തരപ്പെട്ടത് എന്നുമാണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. എന്തിനധികം പറയുന്നു, ചന്ദ്രനില്ലാത്ത ഭൂമിയുടെ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചന്ദ്രനില്ലെങ്കിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ചന്ദ്രൻ ഇല്ല എങ്കിൽ, ഭൂമിയിൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ഒരു കണക്ഷനും ചന്ദ്രൻ ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഭൂമിയിലെ ഒരു വ്യവസ്ഥ തന്നെ തകിടം മറിയുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭൂമി അതിന്റെ സാങ്കല്പികമായിട്ടുള്ള ഒരു അച്ചുതണ്ട് ആധാരമാക്കിയിട്ട് സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ഒരു അക്ഷമാകട്ടെ ഭൂമിയുടെ സഞ്ചാരപാതയുടെ പ്രതലത്തിന്റെ ലംബത്തിന്റെ അതിൽ നിന്ന് ഒരു 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉള്ളത്. ഇതിനെയാണ് നമ്മൾ അച്ചുതണ്ട് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയുടെ ഒരു അച്ചുതണ്ട് എന്ന ഒരു മാനദണ്ഡത്തോട് കൂടിയിട്ട് നമ്മൾ കണക്കാക്കുന്നത് തന്നെ. അച്ചുതണ്ട് എന്ന ഒരു മാനദണ്ഡത്തിന് അപ്പുറത്ത്, അതായത് ആ ഒരു ചരിവിനെയാണ് നമ്മൾ 23.5 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ചരിവും ആ ചരിവിലുള്ള ആ ഒരു സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ട്, അതാണ് നമ്മുടെ പഠനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചരിവാണ് ഉത്തരായനത്തിനും ദക്ഷിണായനത്തിനും അതുവഴി ഋതുക്കൾക്കും കാരണമാകുന്നത്. ഈ ചരിവ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ വേനലും മഴയും അതേപോലെ തന്നെ മഞ്ഞും ഒന്നും തന്നെ, അതേപോലെ തന്നെ വസന്തവും, ഇതൊക്കെ തന്നെ ക്രമാതീതമായിട്ട് മാറി മാറി വരില്ല എന്നുള്ളതാണ്. ഈ ഒരു ഭൂമിയുടെ ഈ ഒരു ചരിവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് ഭൂമിയുടെ ഈ ഒരു അക്ഷത്തെ ഈ ഒരു അളവിൽ സ്ഥിരമായിട്ട് പിടിച്ചു നിർത്തുന്നതിന് ചന്ദ്രൻ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഇപ്പോ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രനെ പോലെ കൊള്ളാവുന്ന ഒരു ഉപഗ്രഹമില്ലാത്ത ചൊവ്വയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അക്ഷം പലവട്ടം പല തിരിമറികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചൊവ്വയിൽ സംഭവിച്ചതുപോലെ ഭൂമിയിലാണ് ഇതുപോലെ സംഭവിച്ചത് എങ്കിൽ കാലാവസ്ഥയൊക്കെ അത് എങ്ങനെ പറയുക, അധോഗതിയിലായി തീരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്ന് വെച്ചാല് ഭൂമിയിലെ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും പിന്നിലെ പ്രധാന ബലം ചെലുത്തുന്നത് ചന്ദ്രനാണ് എന്നതാണ് ഒരു വലിയ സത്യം എന്ന് പറയുന്നത്. ഭൂമിയിലെ പല ജീവികളുടെയും ജീവിത ചക്രത്തില് അതിൻ്റെ ഒരു വേലിയേറ്റത്തിനും ഇറക്കത്തിനുമെല്ലാം വലിയ സ്ഥാനമുണ്ട് ചന്ദ്രന്റെ ഒരു സാമീപ്യം എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, തിരമാലകളാണ് തീര ആവാസ വ്യവസ്ഥകളുടെ ഒരു ആധാരം തന്നെ. ഇപ്പോൾ തിരമാലകൾ ഇല്ലാതായി കഴിഞ്ഞാൽ അത്തരം ആവാസ വ്യവസ്ഥകൾ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അത് ഇല്ലാതായി മാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
എന്ന് വെച്ചാല് മനുഷ്യരുൾപ്പെടെയുള്ള ജീവിവർഗത്തെയാണ് ഇത് സാരമായിട്ട് ബാധിക്കുക എന്നുള്ളത്. ചന്ദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ ചന്ദ്രയാത്രകളും ചന്ദ്രയാനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. അതേപോലെ തന്നെ ഗൃഹാന്തര യാത്രകൾക്ക് തയ്യാറാകുന്നതിനുള്ള ഒരു ചവിട്ടുപടിയും അല്ലെങ്കിൽ അതേപോലെ തന്നെ ചന്ദ്രനിലേക്കുള്ള യാത്രകളും ഒന്നും തന്നെ നമ്മളിന്ന് നടത്തിക്കൂല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടായേനെ. അല്ല, രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ. ഇപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള കടലിന്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരമാലകൾ ഇല്ലാകുന്നതോട് കൂടിയിട്ട് തീരങ്ങളുടെ ഒരു അവസ്ഥ വളരെ മോശമാകും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സമുദ്രത്തിന്റെ മൊത്തത്തിലുള്ള ഒരു താപനില നിർണ്ണയിക്കുന്നതിലും ഒക്കെ തന്നെ ഈ തിരമാലകൾക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാല് കടലിന്റെ ആഴങ്ങളിലുള്ള തണുത്ത ജലം തിരമാലകളിലൂടെ തീരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും അങ്ങനെയാണ് അത് ചൂടുപിടിക്കുകയും ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ സമുദ്രജലം എന്ന് പറയുന്നത് അതിന്റെ പ്രവാഹത്തിലും തിരമാലകളിലും ഒക്കെ ആയിട്ട് വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കടൽക്കാറ്റിന്റെ ഒരു ദിശ തീരുമാനിക്കുന്നത് വഴി തീരദേശ കാലാവസ്ഥയിലും തിരമാലകൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കടലിലെ തിരമാലകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണുന്നതും അതേപോലെ തന്നെ ഇവയെ എല്ലാം തന്നെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ മേൽ പറഞ്ഞിട്ടുള്ള ഈ അവസ്ഥകളൊക്കെ സംഭവിക്കാനായിട്ട് ചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാകണം എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമ്മളിപ്പോൾ ഈ മേൽ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടാവുള്ളൂ. അത് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഒരിക്കലും നമുക്കൊരു ആൻസറുമില്ല. ഈ അവസ്ഥകളൊക്കെ സംഭവിക്കാനായിട്ട് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാകണം. അത് സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാനും ആർക്കും തന്നെ കഴിയില്ല. മാത്രമല്ല ചന്ദ്രന്റെ ഒരു രൂപീകരണത്തിന് കാരണമായി എന്ന് കരുതും പോലെയായിട്ടുള്ള ഒരു അതിഭീകരമായിട്ടുള്ള ഒരു ഇടിയുടെ ആഘാതത്തിൽ ചന്ദ്രൻ ചിതറിപ്പോകണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ദുരവസ്ഥകളിലൂടെയൊക്കെ തന്നെ കടന്നു പോകത്തുള്ളൂ. അതും അത്രയും വലിയ ഒരു ഗ്രഹമോ എന്തെങ്കിലും വന്ന് ചന്ദ്രനെ ഇടിച്ചു തകർക്കണം. അത്രയും വലിയൊരു ആകാശ വസ്തുവിനെ ചന്ദ്രനെ ആ രീതിയിൽ ഛിന്ന ഭിന്നമാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതേസമയം ഈ 2024 ഇപ്പോൾ ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ചന്ദ്രന് കൂട്ടായിട്ട് ഒരു മിനി മൂഡ് കൂടി എത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആസ്ട്രോയിഡ് 2024 PT5 എന്ന ചിഹ്ന ഗ്രഹമാണ് ചന്ദ്രന് കൂട്ടായിട്ട് എത്തുന്നത്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 29 മുതൽ ഏതാണ്ട് നവംബർ 25, 2024 വരെ ഇത് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഭൂമിയുടെ സമീപത്തു കൂടി സഞ്ചരിക്കേണ്ടിട്ടുള്ള ഒരു മിനി മൂണാണ് ഇത് എന്നുള്ളത്. പക്ഷെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഫലമായിട്ട് ചന്ദ്രനൊപ്പം ഭൂമിയെ വലം വയ്ക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിനിപ്പോൾ ഉള്ളത്. കഥ എന്ത് തന്നെയായാലും ആ ഒരു ചിഹ്നഗ്രഹം ഒരിക്കലും ഭൂമിയെയോ അല്ലെങ്കിൽ ചന്ദ്രനെയോ ഒരു കാരണവശാലും കൂട്ടിമുട്ടാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന.